സംസ്കാരത്തെയും ഹിന്ദു മതത്തെയും അതിൻ്റെ വ്യത്യസ്ത ശാഖകളെ ശാസ്ത്രീയമായ രീതിയിൽ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ ഈ പൗരാണികമായ അറിവിന് സ്വീകാര്യത വർദ്ധിക്കുന്നു. ഇത് ഈ നൂറ്റാണ്ടിൻ്റെ ആവശ്യകതയാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻജി പോലുള്ള ഒരു വ്യക്തിയെ ഇന്ന് നമുക്ക് ലഭിച്ചതും അദ്ദേഹത്തെ നേരിട്ട് കേൾക്കുവാൻ സാധിക്കുന്നതും അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അബുദാബിയിലെ അമൃത കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Most respected Sri Shetty ji and his family members, my pranams to each and every one of you. Long ago, I was fortunate enough to deliver a lecture in our embassy hall in Abu Dhabi, in which he was present and his close relatives were also present. Today also, after nearly about 8 years, we are together. I am told that about 20-25 people are here who cannot follow Malayalam. So I have to mix it, Malayalam and English. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചിത്രം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ രേവതി ഇന്നസെൻറ്റിന് ലോട്ടറി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്പർ വായിക്കുന്ന സീൻ ഓർമ്മയുണ്ടോ? കിലുക്കത്തിൽ ഓർമ്മയുണ്ടോ? ആ ലോട്ടറി കിട്ടിയ സന്തോഷത്തിൽ അങ്ങേരി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേപോലെ ഇരിക്കുക, വളരെ ജോളിയായിട്ടിരിക്കുക, കടിച്ചു പിടിച്ചൊന്നും ഇരിക്കേണ്ട. സിറ്റ് വെരി ലീഷർലി. I am not going to talk anything about spirituality or religion. I'll be talking to you what we have to adopt in our life from Amma's message. അമ്മയുടെ സന്ദേശങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ ജീവിതത്തിൽ, ഇതിനകത്ത് എല്ലാ വിഭാഗക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം. Christians are there, Muslims are there, Hindus are there, leftists are there, rightists are there, and Middle East are also there. അതൊക്കെയുള്ള ജീവിതത്തിൽ നമ്മളെങ്ങനെ ധന്യമായിട്ട് ജീവിക്കാൻ സാധിക്കും? ശരിക്ക് ജീസസ് ക്രൈസ്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, the messages given by Jesus Christ, the experience of Jesus Christ, and the life and the truth told by him. ഇതാണ് നമ്മൾ 3 കാര്യം പഠിക്കേണ്ടത്. നാരായണ ഗുരുദേവനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നാരായണ ഗുരുദേവനെ ആരാധിക്കണം, പൂജിക്കണം, മാലയിടണം, എവറിത്തിങ് വി ഹാവ് ടു ഡു. പക്ഷേ ഗുരുദേവൻ പറഞ്ഞ കഥകൾ, ഗുരുദേവൻ നൽകിയ ഉപദേശങ്ങൾ, ഗുരുദേവൻ ജീവിച്ച് കാണിച്ചു തന്ന കാര്യങ്ങൾ, ഗുരുദേവൻ പറഞ്ഞ ജീവിത സത്യങ്ങൾ, the stories, the experiences, the messages and the truth told by Sri Narayana Gurudeva. If we are not adopting that, merely performing puja is not the expected pathway to follow them. അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കുക. ഇന്നലെയും ഞാൻ അബുദാബിയിൽ പറയുകയുണ്ടായി, അൾട്ടിമേറ്റ് എയിം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാർ ഭാരതത്തിലുണ്ട്. thousands of literature written by thousands of rishis, containing thousands of subjects written during many thousands of years. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വർഷങ്ങളായി ആയിരക്കണക്കിന് വിഷയങ്ങളിൽ എഴുതി നമുക്ക് തന്നിട്ട് പറഞ്ഞു, യു ആക്സെപ്റ്റ് വാട്ട് എവർ യു ഫീൽ വർത്ത് ആക്സെപ്റ്റിംഗ്. ഡോണ്ട് ബ്ലൈൻഡ്ലി ആക്സെപ്റ്റ് എനിത്തിങ്. ഒന്നും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യേണ്ട. സയൻറ്റിഫിക്കലി, റാഷണലി, ലോജിക്കലി.
ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ചിന്തിച്ചിട്ട് നല്ല രീതിയിൽ അത് പ്രാവർത്തികമാക്കുക. യജുർവേദത്തിലെ 40-ാം അധ്യായമായ ഈശാവാസ്യോപനിഷത്ത്, 40th chapter of Yajurveda, 9th mantra informs us, andham tama pravishanti e avidyamupasate tato bhuya ivate tamo yav vidyayam rataha. ആരാണോ സയൻസ് ഉപയോഗിച്ച് മാനുഷികമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്, those who are thinking that science can solve all the human problem, they are leading themselves into blinding darkness. അവര് കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് സ്വയം നയിക്കപ്പെടുന്നു. That means science cannot solve all the problem. തതോ ഭൂയ ഇവതേ തമോ യൗ വിദ്യായാം രതാഹ. Those who are thinking that spirituality can solve all the human problem, they are also leading themselves into blinding darkness. ആത്മീയത കൊണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമെന്ന് ആരാണോ വിചാരിക്കുന്നത്, അവരും കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ BC 3140 Lord Krishna told in 9th chapter, 1st line, ജ്ഞാനം വിജ്ഞാന സഹിതം യത് ജ്ഞാത്വാ മോക്ഷ്യത്തെ അശുഭാത്. ഏത് സ്പിരിച്വാലിറ്റിയും സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടോടുകൂടി വിശകലനം ചെയ്യണം. All the spiritual knowledge, every knowledge, analyze scientifically, logically, rationally. Then only we will be reaching the ultimate pathway. ഇപ്പം നമ്മൾ അമ്മയെ ആരാധിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഹിസ് എക്സ്പീരിയൻസ് ഓൺ അമ്മ, ഹി വാസ് നറേറ്റിംഗ് ദർ. ഇൻ മൈ കേസ്, ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാൻ വള്ളിക്കാവിൽ പോവാറുണ്ട്, അമ്മയുടെ അടുത്തേക്ക് പോവാറില്ല. അമ്മ വിളിക്കാറുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് ഞാൻ ദൂരെ മാറി നിന്നോളാം, അടുത്തേക്കില്ല. കുറേ അധികം ആൾക്കാർ ക്യൂ നിൽക്കാറുണ്ട്. അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ദുഃഖവും ഇല്ല ജീവിതത്തിൽ, ഉണ്ടെങ്കിൽ തൊട്ട് അനുഭവിക്കാൻ ഞാൻ തയ്യാറുമാണ്. അപ്പം യഥാർത്ഥത്തിൽ കൈമനം ആശ്രമം, മാതാമൃതാനന്ദമയുടെ കൈമന ആശ്രമം എൻ്റെ വീടും തമ്മിൽ 2 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടുത്തെ ഫോൺ നമ്പർ 2490-140, എൻ്റെ നമ്പർ 2490-149. അപ്പം തെറ്റായിട്ട് പകുതി ഫോൺ കോൾ എൻ്റെ വീട്ടിലേക്കാണ് വരിക, അവസാനത്തെ 0-9 തമ്മിലുള്ള വ്യത്യാസം കൊണ്ട്. അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. ഒരിക്കൽ അമ്മ അവിടെ വന്നപ്പോൾ, ഞാനവിടെ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. അമ്മ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയെ പരിചയപ്പെടുത്തേണ്ടത് ഞാനാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കും അറിയാത്ത ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ആളെ പരിചയപ്പെടുത്തണം. എന്ത് വിചിത്രമാണല്ലേ ഫോർമാലിറ്റി. എന്നെ ആർക്കും അറിഞ്ഞൂടാ. അവിടെ ഉള്ളതിൽ 3/4 ഫോറിനേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അമ്മയെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചു, മോൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിയമസഭാ സ്പീക്കർ, ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ്, ശ്രീ O. Rajagopal in the waiting list. Many VIPs are there in the waiting list, standing queue to see Amma and discuss with her. ഞാൻ പറഞ്ഞു, എനിക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല, എനിക്കൊന്നും പറയാനില്ല. അവർ അവസാനം വീണ്ടും സ്വാമിയെ അറിയിച്ചു പറഞ്ഞു, ഗോപാലകൃഷ്ണനോട് നിർബന്ധമായിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അകത്തേക്ക് പോയി അത്ഭുതകരമായ രീതിയിൽ അമ്മ അകത്തുനിന്ന് ബോൾട്ട് ചെയ്തു. റൂമിനകത്തുനിന്ന് ബോൾട്ട് ചെയ്ത് അടുത്ത് വന്നിരുന്ന് അമ്മ പറഞ്ഞു, മോനെ, ഈ മുമ്പിൽ ഇത്രയും പേര് അമ്മ പറയുന്നത് കേൾക്കാൻ വന്നിരിക്കണില്ലേ, അവരൊക്കെ വന്നിരിക്കുന്നത് അവരുടെ പ്രോബ്ലം അമ്മയുടെ തലയിൽ വെക്കാനാ. അവർക്ക് കുറേ പ്രോബ്ലം ഉണ്ട്, ഭാര്യ ഭർത്താവും തമ്മിൽ വഴക്കുണ്ട്, അതൊക്കെ അമ്മ പരിഹരിച്ചു തരണം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പോവും. മോൻ മാത്രമാണ് അമ്മയുടെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞ ആൾ. വരണമെന്നില്ല എന്ന് പറഞ്ഞ ആൾ ഒരാളേ ഉള്ളൂ, അത് മോൻ മാത്രമാണ്. ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും പറയാനില്ല, എന്നോട് സ്വാമി പറഞ്ഞു ഗോപാലകൃഷ്ണൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായിട്ട് പോവും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഇതിനേക്കാളും സ്മൂത്തായ ഡേഞ്ചറസാ.
അത്രയും സ്മൂത്താണ് ഇപ്പോഴേ. ഇനി ഇതിനേക്കാളും സ്മൂത്ത് ആയാൽ, അധികമായാൽ അമൃതം വിഷം, വേണ്ട പറഞ്ഞു. ഇത്ര സ്മൂത്ത് ആയാൽ മതി, ഇത് ക്ലൈമാക്സിലാണ് നിൽക്കുന്നേ എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ അമ്മയുടെ അടുത്ത് പോയപ്പോൾ അമ്മ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, മക്കളെ, നമ്മുടെ ധർമ്മത്തെ എത്ര പേരാ അവഹേളിക്കുന്നതെന്നറിയോ? അമ്മ വലുതായിട്ട് പഠിച്ചിട്ടില്ല, 3ാം ക്ലാസ്സേ അമ്മ പഠിച്ചിട്ടുള്ളൂ. മോൻ സയൻറ്റിസ്റ്റായിട്ട് പ്രധാനമന്ത്രിയുടെ കീഴിൽ വർക്ക് ചെയ്ത ഒരാളാണ് 25 കൊല്ലം. അതുകൊണ്ട് മോൻ പറയുന്നതേ ഹൃദയത്തിൽ നിൽക്കുള്ളൂ. അമ്മ കൊടുക്കുന്നത് ഉപദേശമാണ്, മോൻ പറയുന്നത് സയൻസാണ്. അങ്ങനെ മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. യൂറോപ്പിൽ അമ്മ കണ്ടത് പറഞ്ഞു, അമേരിക്കയിൽ കണ്ടത് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, കുറേ പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ട് അമ്മയെ കാണാൻ. മോൻ അതിനെക്കുറിച്ച് മറക്കും, ഞാൻ പറയണത് കേട്ടാൽ മതി. എന്നിട്ട് അവസാനം ഒരു ചോക്ലേറ്റിൻ്റെ തൊലി കളഞ്ഞ്, ചോക്ലേറ്റിന് തൊലിയില്ല, മറ്റേ ഇത് കവർ കളഞ്ഞ് കയ്യിൽ പിടിച്ച് കുറേ നേരം ധ്യാനിച്ച് എന്നോട് വായ തുറക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേൻ്റെ കൈ തന്നാൽ മതി, വായിലിടണ്ട പറഞ്ഞു. മോനത് കളയും, എനിക്കറിയാം, അതുകൊണ്ട് വായ തുറക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ വായിലേക്ക് ഇട്ടിട്ട് അത് തിന്നിട്ട് പോയാൽ മതി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, ഇനി മോനെ എൻ്റെ അടുത്തേക്ക് വരണ്ട, അമ്മ എന്നും മോൻ്റെ കൂടെയുണ്ട്, എൻ്റെ അടുത്തേക്ക് വരിക വേണ്ട, അമ്മ കൂടെയുണ്ട്, ധൈര്യമായിട്ട് പറയുന്നു. ഞാനത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞ് ഷിക്കാഗോയിൽ അമ്മയുടെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തേക്ക് വരണ്ടാന്ന്. 2 കൊല്ലം കഴിഞ്ഞ് ടൊറൻറ്റോയിൽ വെച്ച് അമ്മയെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന്. മിഷിഗണിൽ വെച്ച് അമ്മയെ കണ്ടു അതിന് മുമ്പ്. അപ്പോഴും അമ്മ പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ. ഞാൻ ചുമ്മാ വരികയാണെന്ന് പറഞ്ഞു. ഞാൻ സായിബാബയെ കാല് തൊട്ട് നമസ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീ രവിശങ്കറിനെ കാല് തൊട്ട് കാലിഫോർണിയയിൽ വെച്ച് നമസ്കരിച്ചിട്ടുണ്ട്. അമ്മയുടെയും കാല് തൊട്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ഇരിക്കുമ്പോൾ 3-4 ജൈജാൻറ്റിക് ഫിഗർ സൈഡിലുണ്ടാവുമല്ലോ, അമ്മ ആരും തട്ടിക്കൊണ്ടു പോവാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെയൊക്കെ കൈയൊക്കെ മാറ്റി അമ്മ എഴുന്നേറ്റ് നിന്നു. ഞാൻ പറഞ്ഞു, അമ്മ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞു, കാലിൽ തൊട്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷിക്കാഗോയിൽ വെച്ച് അമ്മയെ നമസ്കരിച്ചു. അങ്ങനെ കുറേ അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, എനിക്ക് നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്, നേരത്തെ ഞാൻ 40-ാം അധ്യായം ഈശാവാസ്യോപനിഷത്തിൽ പറഞ്ഞു, അന്ധം തമപ്രവിശന്തി, കണ്ണ് കാണാൻ പറ്റാത്ത ഇരുട്ടിലേക്ക് നമ്മൾ അന്ധമായിട്ട് പോകരുത്. അമ്മയുടെ സന്ദേശങ്ങൾ, ദ മെസ്സേജസ് ഗിവൺ ബൈ മാതാ അമൃതാനന്ദമയി ഇസ് ഇനഫ്. So much treasure is there in that. Treasure is there in that which can take us from asadoma sadgamaya, from bad to good, and from darkness to light, and from, yesterday I told, from a tension-full life to a tension-less life. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്. നിങ്ങൾ ഏത് മനുഷ്യരൂപത്തിലുള്ള വ്യക്തിയെയാണോ ആരാധിക്കുന്നത്, അവരെ ആരാധിക്കുമ്പോഴും ഓർമ്മിക്കുക, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നിട്ട് നമ്മളോട് പറഞ്ഞു, അതിനകത്തുള്ള ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഉപഗ്രന്ഥങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്, 9 കാര്യം. ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഉപഗ്രന്ഥങ്ങള്, കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങള്. ഇതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, മരണശേഷം സ്വർഗത്തിന്റെ മുകളിലേക്കുള്ള, ആകാശത്തിന്റെ മുകളിലുള്ള സ്വർഗത്തിലേക്ക് പോവലല്ല, ഈ ഭൂമിയിലെ ക്രിയേറ്റിംഗ് ദ ഹെവൻ ഇൻ ദിസ് എർത്ത്. ക്രിയേറ്റിംഗ് ദ ഹെവൻ ഇൻ ദിസ് എർത്ത്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും. അതുപോലെ മലയാളികളായ സ്ഥിതിക്ക് നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ നമ്മൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. The God will not be giving you heaven. The God will not be giving you hell. For every action there is an equal and opposite reaction.
This is told by Sir Isaac Newton. But Indians told something different. For every action, there is an equal and opposite reaction to be experienced by the actor. അത് നമ്മൾ ചേർത്തതാ. അത് സർ ഐസക് ന്യൂട്ടൺ 16-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതല്ല, നമ്മൾ ത്രേതായുഗത്തിൽ പറഞ്ഞതാ. വാൽമീകിയുടെ പൂർവാശ്രമത്തിൽ രത്നാകരൻ എന്ന കാട്ടാളന്റെ ഭാര്യ പറഞ്ഞതാണ്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകയെന്നേ ഉള്ളൂ എന്നുള്ളത് ഹർത്താലിനും ബന്ദിനും മാത്രം ബാധക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അപ്പൊ ഇഫ് ഐ ഡു ഗുഡ്, ഫോർ every good action there is an equal and opposite good reaction. For every bad action there is an equal and opposite bad reaction. So the result and the reward of the action, whether it is good or bad, that is to be experienced by the actor. The God is only standing in Sakshi Bhava. ഭാരതത്തിലെ ദൈവം ജഡ്ജി അല്ല, ഭാരതത്തിലെ ദൈവം ഈ അഡ്വക്കേറ്റ് അല്ല, പോലീസ് IG അല്ല. നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ അത് നിങ്ങൾ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് അപ്പോ സോ റിമെമ്പർ ദിസ് ഈസ് വാട്ട് ദേ സെഡ്, നോട്ട് ദാറ്റ് ഐ ആം ഓൺലി റീപ്രൊഡ്യൂസിങ് ദാറ്റ്. അവർ പറഞ്ഞതിനെ ഐ ആം ജസ്റ്റ് ടെല്ലിങ് ടു യു. സോ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ, when you are going to Amma, when you are worshipping Amma, when you are chanting the mantra about Amma, when you are chanting the Sahasranama or anything, these are all for converting bad mind to good mind, so that bad thoughts will become good thoughts, so that bad action will become good action, so that bad result will become good result, so that bad reward will become good reward. നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ സിമ്പിളാണ്. നമ്മുടെ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇന്നലെ ഞാൻ എംബസി ഹാളിൽ പറഞ്ഞു പച്ച മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്തെ മലയാളം അല്ല. ഓർമ്മിക്കുക, ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കിയാൽ ഇനി മലയാളത്തിൽ എന്താ പറയാ? ദുർമനസ്സിനെ സന്മനസ്സാക്കാം. അപ്പൊ ബാഡ് തോട്ട്സ് ഗുഡ് തോട്ട്സ് ആവും, ദുഷ്ചിന്തകള് സത്ചിന്തകളാവും. അപ്പൊ ആക്ഷൻ എങ്ങനെയാവും? ദുഷ്കർമ്മങ്ങള് സത്കർമ്മങ്ങളാവും. അപ്പൊ റിസൾട്ട് എങ്ങനെയുണ്ടാവും? ദുഷ്കർമ്മ ഫലങ്ങള് സത്കർമ്മ ഫലങ്ങളാവും. അപ്പൊ റിവാർഡ് എങ്ങനെയുണ്ടാവും? ദുഷ്കർമ്മ പ്രതിഫലം സത്കർമ്മ പ്രതിഫലമായി മാറും. ഇനി ഇടയ്ക്ക് ചെറിയൊരു കാര്യം പറയട്ടെ. 5-6 പേര് അവിടെ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കാല് വേദനിക്കുന്നു. അതുകൊണ്ട് സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മം, സത്കർമ്മഫലം, സത്കർമ്മ പ്രതിഫലം. ഒരിക്കൽ കൂടി, സന്മനസ്, സത്ചിന്തകൾ, സത്കർമ്മം, സത്കർമ്മഫലം, സത്കർമ്മ പ്രതിഫലം. ഒരിക്കൽ കൂടി, സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. ദുർമനസ്, ദുഷ്ചിന്തകൾ, പാപകർമ്മം, പാപം, നരകം. അപ്പൊ നരകത്തെ സ്വർഗമാക്കാൻ എവിടെയാ മാറ്റം വരേണ്ടത്? നരകത്തെ സ്വർഗമാക്കാൻ മാറ്റം വരേണ്ടത് മനസ്സിൽ. ആ മനസ്സിൽ മാറ്റം വരാതെ ഗോപാലകൃഷ്ണനെ താലം കൊണ്ട് സ്വീകരണം നൽകി കഴിഞ്ഞാൽ വല്ല പ്രയോജനമുണ്ട്? ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദുർഗാദാസനോട്, എനിക്ക് താലം തരല്ലേ, ഇതൊന്നും തരല്ല, ഒക്കെ അവോയ്ഡ് ചെയ്യണം. അൾട്ടിമേറ്റ് ഗോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫ്രം വേർ ഡിഡ് യു സ്റ്റാർട്ട് അൺഇമ്പോർട്ടൻറ്റ്. വേർ യു വാണ്ട് ടു ഗോ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എവിടെ നിന്ന് നിങ്ങൾ യാത്ര ആരംഭിച്ചു അതല്ല ഇമ്പോർട്ടൻ്റ്, എവിടേക്ക് പോകണം അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നമുക്ക് തെറ്റരുത്. ഒരു ഇംഗ്ലീഷിലെ വരി പറയാം, പെട്ടെന്നൊന്നും അർത്ഥം മനസ്സിലാവില്ല. സിമ്പിൾ ഇംഗ്ലീഷാണ്. ഇഫ് യു ഡു നോട്ട് നോ വെയർ ടു ഗോ, all the roads will be taking you to that point. അർത്ഥം മനസ്സിലായോ? പെട്ടെന്ന് കിട്ടില്ല, കുറെ ആലോചിച്ചാൽ പിന്നെ ആലോചിക്കേണ്ടെന്ന് തോന്നും. അപ്പോൾ ഓർമ്മിക്കുക, എവിടേക്കാ പോവേണ്ടത് എന്ന് അറിയാത്ത വരികയാണെങ്കിൽ ഏത് വഴി കൂടെ പോയാൽ എവിടെ എത്തിയോ അവിടെ എത്തും. അപ്പോ ലക്ഷ്യം വേണം. ഓൾ അതർ സിമ്പിൾ തിങ്സ് അവോയ്ഡ് ഇറ്റ്. ഓൾ അതർ ഷോ. നമുക്ക് വേണ്ടത്
അമ്മ പറഞ്ഞിരിക്കുന്ന കഥകൾ, ചെറിയ കഥകളുണ്ട് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഒരു കഥ ഞാൻ അമ്മ പറഞ്ഞത് പറയാം, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് എവിടെ നിന്ന് ഈ കഥ കിട്ടുകയെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ 3ാം ക്ലാസ് പഠിച്ച അമ്മയ്ക്ക് ഇത്രയധികം കഥ കിട്ടണമെങ്കിൽ തന്നെത്താൻ അകത്തുനിന്ന് വരികയായിരിക്കും അഗ്നിപർവ്വതം പൊട്ടണമാതിരി. അമ്മ ഒരിക്കൽ പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഒരാൾ എയർപോർട്ടിൽ വെച്ച് പെട്ടെന്ന് അമ്മയെ കണ്ട് നമസ്കരിച്ചു. എൻറ്റയർലി ന്യൂ പേഴ്സൺ, എ ന്യൂ യങ് മാൻ. അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറേ പറഞ്ഞു, അമ്മ എനിക്ക് വളരെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. മോൻ കല്യാണം കഴിച്ചോ എന്ന് അമ്മ ചോദിച്ചു. അത്രേ. Then that boy said, I did not marry. Then Amma asked, why you did not marry? I am searching for a perfect girl. Perfect girl for marry. ഒരു പെർഫെക്ഷൻ നിറഞ്ഞ പെൺകുട്ടിയെ അന്വേഷിച്ചടക്കാം. മോനെ എവിടെയെങ്കിലും കണ്ടോ? ഞാനിങ്ങനെ അന്വേഷിച്ച് 2.5 വർഷം കഴിയുമ്പോൾ ടോക്കിയോ എയർപോർട്ടിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. ഇയാൾ അമ്മയോട് പറഞ്ഞു അത്രേ, ടോക്കിയോ എയർപോർട്ടിലിരിക്കുമ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു. അവളുടെ നടത്തം, അവളുടെ പെരുമാറ്റം, അവളുടെ മുഖം എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇയാൾ ചെന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞു അത്രേ, എനിക്ക് നിൻ്റെ രൂപവും ഭാവവും നിൻ്റെ നടത്തവും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പെർഫെക്ഷൻ ഉള്ളൊരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ചത് എനിക്ക് നിന്നിൽ കാണാൻ സാധിച്ചു. ഞാൻ വളരെ റിച്ചാണ്. ഐ വോണ്ട് ടു മാരി യു. അപ്പം ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു അത്രേ, ഞാനും പെർഫെക്ഷൻ ഉള്ള ഒരു ആൺകുട്ടിയെ നോക്കി നടക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ ഒരു ചെറിയ കഥ, പക്ഷെ അതിനകത്ത് യു സീ ഹൗ മച്ച് മെസ്സേജ് ഈസ് ദർ അല്ലേ? ദർ ഈസ് നോ ബഡി ഇൻ യുവർ ഐസ്, nobody can be there in the world who has attained the level of perfection. അപ്പോൾ അമ്മ പറയാറുണ്ട്, when I point my fingers to that mango tree and tell you that ripe mangoes are available there, don't hold my fingers for getting mango. Go there and take it. മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അമ്മ മലയാളത്തിലാണ് പറയാ, പച്ച മലയാളത്തിൽ. മക്കളെ, ഞാൻ ആ മാവ് കാണിച്ചിട്ട് അതിൽ മാമ്പഴമുണ്ടെന്ന് വിരൽ ചൂണ്ടി കാണിക്കുമ്പോൾ അമ്മയുടെ കൈവിരലിൽ കയറി പിടിച്ച മാമ്പഴം കിട്ടുമോ മക്കളെ? എന്തിനാത് പറഞ്ഞറിയോ? പുരാണ കഥകള് പറഞ്ഞു തന്ന് ആ കഥകളിൽ നിന്ന് സന്ദേശമെടുക്കുന്നതിന് പകരം പുരാണ കഥകളിൽ കയറി പിടിച്ച് അതിൽ കറങ്ങിയാൽ നമുക്കതിൻ്റെ ഫ്രൂട്ട് കിട്ടില്ല. പുരാണ കഥകളുടെ ഉദ്ദേശം എന്താണ്? ഭാഗവതത്തില് അവസാന ഭാഗത്തില് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നൊരു വരിയുണ്ട്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ ഭാഗവതം വായിച്ചിട്ടുണ്ടാവില്ല. അതിനകത്ത് കഥായിമാസ്തേ കഥിതാമഹീയസാം വിദായ ലോകേഷു യശപ്പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നത് പാരമാർത്ഥ്യം. നല്ലൊരു വരിയാണ്, ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വരിയാണ്. എന്താ പറയുക, ഈ കഥകൾ 355 അധ്യായങ്ങളുള്ള 12 സ്കന്ധങ്ങളുള്ള ഭാഗവതത്തിലുള്ള കഥകള് അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, ഐ ആം എക്സ്പ്ലെയിനിങ് ഓൾ ദീസ് സ്റ്റോറീസ് ടു യു ആൻഡ് ദോസ് സ്റ്റോറീസ് ആർ നോട്ട് ഹിസ്റ്ററീസ്. വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. ഈ കഥകളൊന്നും പരമാർത്ഥമല്ല. ആ കഥകൾക്കൊരു ലക്ഷ്യമുണ്ട്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷ, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം. ശരിക്ക് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞതാണ്, സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം. അപ്പം നമ്മൾ അന്ധമായിട്ട് ജീവിച്ചാൽ എങ്ങനെയാണ്? സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം. ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. വിജ്ഞാന വൈരാഗ്യം, വൈരാഗ്യം എന്ന് വെച്ചാൽ ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. സയന്റിഫിക് ടെമ്പർ ഉണ്ടാവുകയും വേണം. നമ്മുടെ ജീവിതത്തിലും അത് ഇമ്പോർട്ടൻ്റാ. സനാതനധർമ്മം നിലനിൽക്കാൻ കാരണം 4 വാക്കുകളാണ്. സനാതനധർമ്മം ഇന്നും നിലനിൽക്കാൻ കാരണം 1
pratyaksham pramanam. Seeing is believing. Blindly we never believed anything. Blindly we never believed anything. Seeing is believing. Pratyaksham pramanam. Randa shastram pramanam. Scientific observation is the one based on which I believe something. അപ്പൊ പ്രത്യക്ഷം പ്രമാണം അർത്ഥം മനസ്സിലായി? ഞാൻ കാണുന്നതേ വിശ്വസിക്കുള്ളൂ. രണ്ടാമത്തെ ലെവല് സയന്റിഫിക് ആയിട്ട് വിവരിച്ചിരിക്കുന്നതേ വിശ്വസിക്കുള്ളൂ, ശാസ്ത്രം പ്രമാണം. മൂന്നാമത്തേത് ആപ്തവാക്യം പ്രമാണം. The messages of great, glorious, knowledgeable people. ആപ്തവാക്യം, ശ്രേഷ്ഠന്മാരുടെ വാക്കുകളെ ഞാൻ ഫോളോ ചെയ്യുള്ളൂ. നാലാമത്തേത് അനുമാനം പ്രമാണം. കുറേ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് അതിൽ നിന്നൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് അത് ലോജിക്കലും റാഷണലും സയന്റിഫിക് ആണെങ്കിലേ ഞാൻ എടുക്കുള്ളൂ. ഇത് 4 എണ്ണമാണ് ഭാരതത്തെ ഭാരതമാക്കിയത്. ഇന്നും നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത്രയും പേര് അമ്മയുടെ ഈ സന്ദേശം കേൾക്കാൻ വന്നിട്ടുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ പോയി നോക്കാം, അവിടെ നേരത്തെ നിലനിന്നിരുന്ന മതത്തില് അനുശാസിക്കാനുള്ള ആൾക്കാർ കുറവാണ്. എന്താ കാരണം? സ്വതന്ത്രമായിട്ട് ക്രിട്ടിക്കലി റാഷണലി അനലൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരുന്നു, ഉപയോഗിക്കണം. ഭഗവത്ഗീത മുഴുവനും അർജുനന് കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തിട്ട് അവസാനം കൃഷ്ണൻ പറഞ്ഞത് ഇതി തേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേതദശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. അർത്ഥം അറിയോ? അതിഗഹനമായ deeper than the deepest messages I have already given to you, Arjuna. കൃഷ്ണൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷിലാക്കിയതാ. I have given to you. Now you have to critically and completely analyze my messages. Then you decide which way you have to opt. വിമർശന ബുദ്ധിയ പൂർണ്ണമായിട്ടും വിശകലനം ചെയ്തിട്ട് ശരി എന്ന് തോന്നുന്നത് നീ എടുക്കാം. ഇത് കൃഷ്ണൻ പറഞ്ഞു കൊടുത്തതാ 5155 വർഷങ്ങൾക്ക് മുമ്പ്, 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ട് ഭഗവത്ഗീത ഇന്നുമുണ്ട്, ഭാഗവതം ഇന്നുമുണ്ട്, മഹാഭാരതം ഇന്നുമുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് തിരിച്ചു വരാം. 1917, 18, 19, 1917, 1918, 1919 ഈ കാലയളവിലാണ് ദാസ് ക്യാപിറ്റല്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, ഈ കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങള് പ്രചുര പ്രചാരം നേടിയത്. 3 പുസ്തകങ്ങൾ കമ്മ്യൂണിസത്തിന്റെ സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് വേൾഡ് ഓവർ. ആ പുസ്തകത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? 100 വർഷമായിട്ടില്ല, 2017 ആയിട്ടില്ല, 1917, ഇത് 2015. 100 വർഷം ആകാത്ത ആ പുസ്തകം ഉറപ്പുണ്ട് എനിക്ക് പിണറായി വിജയൻ സാർ വായിച്ചിട്ടില്ല, അച്യുതാനന്ദൻ സാർ വായിച്ചിട്ടില്ല, കോടിയേരി ബാലകൃഷ്ണൻ സാർ വായിച്ചിട്ടില്ല, KR ഗൗരിയമ്മ പണ്ടേ വായിച്ചിട്ടില്ല, ഇവരാരും വായിച്ചിട്ടില്ല. അതേ സമയത്ത് ത്രേതായുഗത്തിൽ എഴുതിയ രാമായണം ഇന്ന് കർക്കിടക മാസത്തിൽ 30 ദിവസം വായിക്കുന്നുണ്ട്. ദ്വാപരയുഗത്തിലെ ഭാഗവതം അമ്പലങ്ങളിൽ ഭംഗിയായിട്ട് വായിക്കുന്നുണ്ട്. ധാരാളം വ്യക്തികൾ 12:30, 1:30 ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പോഴും ആ വായന നടക്കുന്നുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സിലബസിന്റെ ഭാഗമാണ്, MBA സിലബസിന്റെ ഭാഗമാണ് കംപ്ലീറ്റ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു പേപ്പറാണ്, ഒരു ഫുൾ പേപ്പറാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ.
186 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത സിലബസിന്റെ ഭാഗമാണ്. ആ ഭഗവത്ഗീതയാണ് EK നയനാർ പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത്. ആ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കണമെന്നാണ് KR ഗൗരിയമ്മ ആലപ്പുഴയിൽ നടന്ന DYFIയുടെ മീറ്റിംഗിൽ പബ്ലിക്കായിട്ട് പറഞ്ഞത്. റോഡ് സൈഡിലൊന്നും അല്ല കേട്ടോ, DYFIയുടെ മീറ്റിങ്ങിലകത്താ. 94 വയസ്സായിട്ട് 30 കൊല്ലമായി അമ്മച്ചിക്ക്, ഒരു കുഴപ്പമില്ലാണ്ട് പുറത്തേക്ക് വന്നു. ഏതായാലും അത് എവിടെയാ പറഞ്ഞത്? നമ്മൾ പറയില്ലേ, തീക്കട്ടയില് ഉറുമ്പരിക്കുന്നു. അവരുടെ അകത്ത് പോയിട്ട് തന്നെയാണ് ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണം എന്ന് പറഞ്ഞത്. എന്തേ കാരണം? ഒരു ചിന്താധാര 100 വർഷം നിന്നില്ല, മറ്റൊരു ചിന്താധാര യുഗങ്ങൾ തോറും നിലനിൽക്കുന്നു. കാരണം സിമ്പിളാ. ക്രിട്ടിക്കലി, റാഷണലി, സയന്റിഫിക്കലി, ലോജിക്കലി അനലൈസ് ചെയ്ത് പഠിച്ച് പഠിപ്പിക്കാനുള്ള ആചാര്യന്മാരുണ്ടായിരുന്നത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ആചാര്യന്മാരുടെ വിവരണം വളരെ ഗംഭീരാണ്. ഇപ്പോഴത്തെ സബ്ജക്റ്റിന് വളരെ യോജിച്ചതല്ലെങ്കിലും ഈ സദസ്സിന് യോജിച്ച ഒരു ചെറിയ വരി പറയാം, ഓർത്തോളണം. നല്ലതാ, ഒരു കഥയാ. വേദവ്യാസൻ പെട്ടെന്ന് കേട്ടു ശ്രീശുക ബ്രഹ്മർഷി വേദവ്യാസന്റെ മകൻ മരിച്ചു എന്ന്. അപ്പൊ ചങ്കൂറ്റമുള്ള വേദവ്യാസൻ, ഞാൻ ഇന്നലെ അവിടെ എംബസിയിൽ പറഞ്ഞിരുന്നു, 3 പേരാണ് ചിരിക്കുകയും കരയുകയും ചെയ്യാത്തവരെന്ന്. ഒന്ന് ശ്രീകൃഷ്ണൻ, ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 2 വേദവ്യാസൻ, ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 3 ഡോക്ടർ മൻമോഹൻ സിംഗ്, ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. 3 പേരാണ് ചിരിക്കുകയും കരയുകയും ചെയ്യാത്തത്. അങ്ങനെ ചിരിക്കുകയും കരയുകയും ചെയ്യാത്ത വേദവ്യാസൻ ഒരിക്കൽ കരഞ്ഞു, കാരണം മകൻ മരിച്ചു എന്ന് കേട്ട. ആ ദുഃഖത്തില് അമ്മ മത്സ്യഗന്ധിയുടെ മടിയില് തലവെച്ച് വേദവ്യാസൻ കരയുകയാണ്. മടിയിൽ തലവെച്ച് വേദവ്യാസൻ അമ്മയുടെ അടുത്ത് വന്ന് കരയുന്നു. Can you follow Malayalam? Yes. I can't survive with that. ആ കരയുന്ന മകനെ നോക്കി അമ്മ തലോടിക്കൊണ്ട് പറഞ്ഞു, നമ്മളെല്ലാവരും അറിയേണ്ട വരിയാണത്, ഇത് നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടില്ല. മകനെ കൃഷ്ണദ്വൈപായന, നീ 18 പുരാണങ്ങൾ എഴുതിയവനാണ്, 18 ഉപപുരാണങ്ങൾ എഴുതിയവനാണ്. നീ മഹാഭാരതം 1,25,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥം എഴുതിയ ആളാണ്. വേദത്തെ 4ആയി പകുത്തവനാണ്. എനിക്കിതിനൊന്നിനും കഴിവില്ലാത്ത നിന്റെ അമ്മ നിന്നോട് പറയുന്നു, നിന്റെ അറിവിൻ്റെ 10,000 അയൽവക്കത്ത് വരാൻ യോഗ്യതയില്ലാത്ത നിന്റെ അമ്മ നിന്നോട് പറയുന്നു, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും 3 ഉത്തരമേ ഉള്ളൂ മകനെ. നല്ല ടച്ചിങ് ആണ്. ഞാൻ പറയുന്ന മാതിരി പറഞ്ഞാൽ പോരാ, ശരിക്കത് പറഞ്ഞാലുണ്ടല്ലോ അത് നിങ്ങളുടെ മനസ്സിൽ നീ ജന്മത്തിൽ പോവില്ല. മകനെ, അമ്മയ്ക്കറിയാം ഈ ലോകത്തിലെ ഏത് ചോദ്യത്തിനും 3 ഉത്തരമേ ഉള്ളൂ. ഒന്നാമത്തെ ഉത്തരം എന്തൊക്കെയോ, രണ്ടാമത്തെ ഉത്തരം എവിടെയൊക്കെയോ, മൂന്നാമത്തെ ഉത്തരം ആരൊക്കെയോ. ഇതേ ഉള്ളൂ. അർത്ഥം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. എന്തൊക്കെയോ നടക്കുന്നു, എവിടേക്കോ നടക്കുന്നു, ആരൊക്കെയോ നടത്തുന്നു, ഇതിലൊന്നിലും നമുക്ക് ഒരു കൺട്രോളും ഇല്ല മകനെ. അപ്പോഴാ വേദവ്യാസൻ കരച്ചിൽ നിർത്തിയത്. ഇത് അമ്മയുടെയും കൂടി സന്ദേശമാണ്. ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം ലോകത്തിലെ ആർക്കും തന്നെ തടയാൻ പറ്റിയെന്ന് വരില്ല. എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ നടക്കുന്നു. 56 ദിവസം യുവരാജാവിനെ കാണാതായതുപോലെ എന്തൊക്കെയോ നടക്കുന്നു, എവിടേക്കോ നടക്കുന്നു. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പരിധിക്കപ്പുറം ടെൻഷൻ എടുക്കല്ലേ. അമ്മയും പറയാറുണ്ട്, മക്കളെ മതിലില് 2 വാക്ക് എഴുതിയാൽ ബാക്കി ഒരു വാക്കും മതിലില്
ഇല്ലാതെയാക്കാൻ സാധിക്കും. കേട്ടവർക്കൊന്നും മനസ്സിലായില്ല. മതിലിൽ 2 വാക്ക് എഴുതിയാൽ മതിലിൽ ബാക്കി വാക്കുകളെല്ലാം ഇല്ലാതെയാക്കാൻ പറ്റും. എന്താ അത്? പരസ്യം പതിക്കരുത് എന്ന് മതിലിൽ എഴുതിയാൽ ബാക്കി ആരും എഴുതില്ല. നിങ്ങളുടെ മനസ്സിലും ഈശ്വരാനുഗ്രഹം എന്ന 2 വാക്ക് എഴുതിയാൽ മറ്റു പലതും അതിനകത്തേക്ക് വരാതിരിക്കും. അപ്പോ അമ്മ പറയുന്ന കഥകള് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, അമ്മയെ അനുകൂലിക്കണമെങ്കിൽ അനുകൂലിക്കുക. നിങ്ങൾക്ക് തന്നെ അമ്മയെ എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും അമ്മയെ എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അമ്മയെ പുച്ഛിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവഹേളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എതിർക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പഠിച്ചതിന് ശേഷം, അറിഞ്ഞതിന് ശേഷം, ഉള്ളിലേക്ക് ചെന്ന് അമ്മ ചെയ്യുന്ന പ്രവർത്തികൾ വിശകലനം ചെയ്തതിന് ശേഷമേ അത് ചെയ്യാം. അത് ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, അമ്മയുടെ ഭക്തന്മാരോടും അല്ലാത്തവരോടും പറയാം. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ അമ്മയുടെ ഭക്തന്മാര് വാദിക്കാനും ജയിക്കാനും ശ്രമിക്കരുത്. അറിയാനും അറിയിക്കാനുമേ ശ്രമിക്കാവൂ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. അതേപോലെ നാരായണ ഗുരുദേവൻ പറഞ്ഞു, ഒരാളെ പോലും ചവിട്ടി പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കണം. അത് പഠിക്കണം എല്ലാവരെയും. ഈ അടുത്ത കാലത്ത് സായിബാബയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് ഒരു ക്ലാസ്സിലേക്ക് വരണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല ഇന്ത്യയിൽ, ചിലപ്പോൾ ഓസ്ട്രേലിയയിലായിരിക്കും. പക്ഷേ അമ്മയുടെ ഭക്തന്മാരെ എല്ലാവരെയും വിളിക്കണം സായിബാബയുടെ ജന്മദിനത്തിന്. ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിലെ പ്രവർത്തകരെ എല്ലാവരെയും വിളിക്കണം. NSS കാരെ വിളിക്കണം, SNDP കാരെ വിളിക്കണം, ചിന്മയ മിഷൻകാരെ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം. അമ്മയുടെ കർമ്മമണ്ഡലത്തില് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അമ്മയുടെ ഡിവോട്ടീസ് വരട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ നമ്മൾ പ്രചോദിപ്പിക്കണം. ആരെയും ചിലരുടെ സ്വത്തായിട്ട് വെക്കരുത്. അമ്മയുടെ ജീവിതം അതാണ്. ഞാൻ ഒരിക്കൽ വള്ളിക്കാവിൽ പോയി. ഞാൻ കേറിയപ്പോ ഒരു സന്യാസി, അമ്മയുടെ ഒരു കാവി ഉടുത്ത സന്യാസി ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, ദേ ഗോപാലകൃഷ്ണൻ വന്നു എന്ന്. എനിക്ക് അദ്ദേഹത്തിനെ അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചു, ഉറക്കെ പറയണ്ട, ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാ, നിങ്ങളെ പോലെ അല്ല, ഞാൻ ഇടയ്ക്കേ വരാറുള്ളൂ എന്ന് പറഞ്ഞു. ആ ഗോപാലകൃഷ്ണൻ സാറിനറിയോ, കോട്ടയത്തിലെ സെമിനാരിയിലെ കുറെ അച്ഛന്മാർ അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. കോട്ടയത്തെ സെമിനാരിയിലെ കുറെ അച്ഛന്മാര് അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, സെമിനാരിയിലെ അച്ഛന്മാരെന്തിനാ അമ്മയുടെ അടുത്തേക്ക് വന്നേ? അവർ ഇഡ്ഡലിയും വടയൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വരും അമ്മയെ കാണാൻ. അവരകത്ത് ഇഡ്ഡലിയും വടയും കഴിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാമി ഈ അച്ഛന്മാരെന്തിനാ ഇവിടേക്ക് വരുന്നത്? വീണ്ടും ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഉത്തരം പറയണില്ല. അവരമ്മയെ കാണാൻ വരികയാണ്. കുറെ കഴിഞ്ഞപ്പോ അവിടെ നിന്നൊരു വിളി, ജോൺസൺ സ്വാമി അമ്മ വിളിക്കണു. ഇയാള് ജോൺസൺ സ്വാമിയാ. ഈ കാവ്യെടുത്തോട്ടുള്ള ഈ പാർട്ടി ജോൺസൺ സ്വാമിയാന്ന് അറിഞ്ഞെങ്കിൽ എന്തിനാ അച്ഛന്മാര് വരുന്നത് ഞാൻ ചോദിക്കില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, സ്വാമിയുടെ പേരാ ജോൺസൺ സ്വാമി, അതങ്ങനെയൊക്കെ ഇരിക്കും സാറേ എന്നും പറഞ്ഞ് അങ്ങനെ പോവുകയും ചെയ്തു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? എല്ലാവരെയും അതിനകത്ത് ചേർക്കാനുള്ളൊരു മനസ്സ്. നമുക്ക് 33 കോടി ദേവന്മാരുണ്ട്. അതിലൊരു യേശു ക്രിസ്തുവിനെ ചേർക്കാൻ നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? 33 കോടി എൻ്റെ ഒന്ന്. അള്ളാഹുവിനെ ചേർക്കാൻ നമുക്ക് വല്ല വിഷമമുണ്ടോ? 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെതായിട്ടുള്ളത്. 2000 ഫൗണ്ടേഷൻ ലിറ്ററേച്ചർ ആൻഡ് 10,000 കമന്ററീസ് ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് 1 lakh സബ് കമന്ററീസ് ഇൻ 22 ഇന്ത്യൻ ലാംഗ്വേജസ്. അർത്ഥം മനസ്സിലായി? മലയാളികളായ സ്ഥിതിക്ക് ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിഞ്ഞുകൂടെങ്കിലും. അപ്പോൾ ഓർമ്മിക്കുക, 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങള്, 10,000-ഓളം വ്യാഖ്യാനങ്ങള്, 1 ലക്ഷത്തോളം ഉപാഖ്യാനങ്ങള്, അതിൻ്റെ കൂട്ടത്തില്
മറ്റേതൊരു മതത്തിൻ്റെയും 1 or 2 ഗ്രന്ഥങ്ങൾ ചേർക്കാൻ നമുക്ക് വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമുണ്ട്, ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ, ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ആൾ ഓവർ ദ വേൾഡ്. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എല്ലായിടത്തു നിന്നും വന്നു ചേരട്ടെ. മിഷിഗണിലെ അമ്മ സന്ദർശനം നൽകുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അവിടുത്തെ ന്യൂസ് പേപ്പേഴ്സ് ഒരു വാർത്ത കേരളത്തിലെ ക്രൈസ്തവർ കൊടുത്തത് പ്രസിദ്ധീകരിച്ചു. എന്തായിരുന്നു വാർത്ത അറിയോ? അമ്മ ഈസ് കമ്മിങ് ടു അമേരിക്ക ഫോർ കൺവെർട്ടിംഗ് പീപ്പിൾ. അമ്മയുടെ അടുത്ത് പത്രക്കാർ വന്ന് ചോദിച്ചു, അമ്മ ഇവിടെ വരുന്നത് കൺവെർട്ട് ചെയ്യാനാണോ? അമ്മ പറഞ്ഞു, മക്കളെ, അമ്മ ഇവിടെ വരുന്നത് 100% കൺവെർട്ട് ചെയ്യാനാണ്. അപ്പൊ ഇവർക്ക് ഉറപ്പായി. അമ്മയും പറഞ്ഞല്ലോ, ഐ വോണ്ട് ടു കൺവേർട്ട് ബാഡ് പീപ്പിൾ ടു ഗുഡ് പീപ്പിൾ. ഐ വോണ്ട് ടു കൺവേർട്ട് പീപ്പിൾ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്.